ഗൈസ്, വെൽക്കം ടു ക്രിപ്റ്റോ സാൻഡയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സാധാരണ ഞാൻ എല്ലാവരും ഹാപ്പി അല്ലെന്ന് ചോദിക്കുന്നത്, ഇന്ന് നിങ്ങൾ ഹാപ്പി ആണെന്ന് വീണ്ടും ചോദിക്കുകയാണ്. കാരണം സിറ്റുവേഷൻ ശരിക്കും ഡിമാൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഹാപ്പി ആണോ? ക്രിപ്റ്റോ ഫീൽഡിന്റെ സിറ്റുവേഷൻ ശരിക്കും ഡിമാൻഡ് ചെയ്യുന്നില്ല. കാരണം ക്രിപ്റ്റോ ടോട്ടലി ഫുൾ ഡൗൺ ആണ്. സ്റ്റിൽ ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിക്കാൻ കാരണം ഇതൊരു ബെസ്റ്റ് ടൈം തന്നെയാണ്. നമ്മൾ പുതിയ ബിഗിനേഴ്സ് ഒരുപാട് പേര്, നമ്മുടെ കൂടെയുള്ള ഒരുപാട് പേർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ബെസ്റ്റ് ടൈമാണ്. നമുക്ക് എന്തെങ്കിലും ക്യാഷ് എക്സ്ട്രാ ഡെപ്പോസിറ്റ് ചെയ്യാൻ ബെസ്റ്റ് ടൈമാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങളും കൂടി പറയാം. അതെ, നിങ്ങൾ ഉദ്ദേശിച്ച അതേ ടോപ്പിക് തന്നെ തമിഴിൽ കണ്ട പോലെ മാർക്കറ്റ് ഡിപ്പിന്റെ കാരണങ്ങൾ എന്താണ്? യഥാർത്ഥത്തിൽ മാർക്കറ്റ് ഡിപ്പ് ആവുന്നുണ്ടോ? ക്രിപ്റ്റോ ഗ്രോത്ത് ആണോ ഉണ്ടായത്, അല്ലെങ്കിൽ ക്രിപ്റ്റോ ഡൗണിലേക്കാണോ എന്നൊക്കെയെ കുറിച്ചുള്ള ഇന്നത്തെ ചർച്ച. പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, 2017 ഒരു വലിയൊരു 18 റേഞ്ചിൽ ഒരു വലിയൊരു ഡ്രോപ്പ് ഉണ്ടായില്ല, അതാണോ ഇത്? വീണ്ടും വലിയ രീതിയിൽ ക്രിപ്റ്റോ ഡ്രോപ്പ് ആവുമോ? നമ്മുടെയൊക്കെ ക്യാഷ് പ്രശ്നം, പോർട്ട്ഫോളിയോ വല്ലാണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, നമുക്കൊക്കെ പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ഞാൻ പറയുന്നത് വെച്ചാൽ, ഇപ്പോ നമ്മുടെ ക്രിപ്റ്റോ ഫീൽഡില് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ഒരു സംഭവം ഈ കറക്ഷൻ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, വെറും പ്രോഫിറ്റ് മാത്രം ഉദ്ദേശിച്ചിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അതായത് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യില്ല. ഒരു സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മാർക്കറ്റില് ഉള്ള ഒരാൾക്കറിയാം മാർക്കറ്റ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്. പ്രോഫിറ്റ് മാത്രം ലക്ഷ്യം വെക്കുക, അത് നമ്മുടെ മാർക്കറ്റിന്റെ ഫ്യൂച്ചറിനെ അത് ബാധിക്കും. ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വലിയൊരു മാർക്കറ്റാണ്, വലിയൊരു സ്റ്റോക്ക് മാർക്കറ്റാണ് ഇത്. ഈ ഒരു മാർക്കറ്റിന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫ്യൂച്ചർ ഇനി ഒരുപാട് യാത്ര പോവാനുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കറക്ഷൻ വേണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോ ഇത് ഇങ്ങനെ ഗ്രോത്ത് തന്നെ സംഭവിച്ചാൽ കുറെ ഫാൾസ് ബയേഴ്സ് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ട് നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റിനെ ഫുള്ളായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും. ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ, ഒരു ട്രൂ ട്രേഡറിനെ അത് സംബന്ധിച്ചിടത്തോളം നെഗറ്റീവാണ്. പിന്നെ നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ടോട്ടൽ ഗ്രോത്ത് നമ്മൾ നോക്കും. ഇപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളെ മുമ്പിലും ചാർട്ടും മാപ്പൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ, എന്റെ ഇപ്പൊ സബ് ടീംസ് എന്ന് പറയുന്നത്, സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഒരു കുറെ ഭാഗം ബിഗിനേഴ്സും ഇതിലേക്ക് പുതുതായി വന്നവർ മാത്രമാണ്. അപ്പൊ അവരുടെ മുന്നിൽ എന്ത് ചെയ്ത് ചാർട്ടും കാര്യങ്ങളും കാണിച്ച് അനലൈസ് ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഓൾറെഡി അനലൈസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ബി ടി സി ആണല്ലോ ഡോമിനന്റ്. എങ്ങനെയാണ് ഈ മാർക്കറ്റ് ഡൗൺ ആവുന്നത്? ഇപ്പോ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 1 കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്, ടോട്ടൽ മാർക്കറ്റ് വോള്യൂം എന്ന് വിചാരിക്കും. എല്ലാ ക്രിപ്റ്റോ കോയിൻസും ഏകദേശം 9,000 സംതിങ് കോയിൻസ് ആയിട്ടോ, എത്രയോ കോയിൻസ് ഉണ്ട്. ഈ എല്ലാ കോയിൻസും കൂട്ടി എത്രയോ ട്രില്യൺ ബില്യൺ വാല്യൂസ് ഉണ്ട്. എന്നാൽ ഉദാഹരണത്തിന് 1 കോടി രൂപയാണെന്ന് വെച്ചാൽ അതിൽ 60 ലക്ഷവും ബിറ്റ് കോയിൻ ആണ്. ബാക്കി 40 ലക്ഷമാണ് ബാക്കിയുള്ള ഫുൾ കോയിൻസ് വരുന്നത്. സോ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു മേജർ ഡിപ്പെൻഡന്റ് ആണ്. ഈ മേജർ ഡിപ്പെൻഡന്റ് കറക്ഷൻ ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ലോവർ വാല്യൂ ബാക്കിയുള്ള 40 ലക്ഷത്തിൽ കറക്ഷൻ ഉണ്ടാവും. കാരണം മേജർ ഡെപ്പോസിറ്റ് അതിലുണ്ടാവുമ്പോൾ ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സ് അതിലൊരു കുറവ് BTC ഓരോ കോയിൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഒരു മാർക്കറ്റ് കറക്ഷൻ ഫീൽ ചെയ്യുന്ന ആ ഒരു സമയത്ത് അവർ വിഡ്രോ ചെയ്യും. ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കിയുള്ള കോയിന് കുറയും. എന്നാൽ അതിന്റെ BTC ഇൻഡിപെൻഡന്റിന്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. കഴിഞ്ഞ ഡോജ് കോയിന്റെ നമുക്ക് വാല്യൂ നോക്കിയാൽ മതി. കഴിഞ്ഞ 2 ദിവസം മുമ്പ് BTC ഡിക്രീസ് ആയിട്ട് ഡോജ് കോയിന്റെ വാല്യൂ ഡിക്രീസ് ആവാത്തതിന്റെ കാരണം അതാണ്. ഡോജ് കോയിന് ഒരു ഫണ്ടമെന്റൽ ഇല്ല, അല്ലെങ്കിൽ അടിത്തറ ഇല്ല എന്ന് പലരും പറയുന്നതിന്റെ അടിസ്ഥാനം അതാണ്. കാരണം ബിറ്റ് കോയിന് ഡിപ്പെൻഡന്റ് അല്ല കോയിൻ എന്ന് പലരും പറയുന്നത്. ആ ഉദാഹരണമാണ് കഴിഞ്ഞ ബിറ്റ് കോയിൻ ഡൗൺ ചെയ്യുമ്പോൾ ഡോജ് കോയിനും അത് റെസിസ്റ്റ് ചെയ്ത് കീപ്പ് ചെയ്യാനുള്ള കാരണം എന്താ? ഡോജ് കോയിന്റെ ഇൻക്രീസ് ഉണ്ടായത് ബിറ്റ് കോയിന്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലായിരുന്നു. ആ ഒരു ഗ്രോത്ത്, അതായത് ആ 10 രൂപയിൽ നിന്ന് അല്ലെങ്കിൽ 8 രൂപയിൽ നിന്ന് ആ ഒരു 40 റുപ്പീസിലേക്കുള്ള ഗ്രോത്ത് എങ്ങനെയായിരുന്നു? ബാക്കിയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. എന്താണ് അതിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് വന്നത്? ഇപ്പൊ ഇലോൺ മാസ്കിന്റെ ഉദാഹരണത്തിനെടുത്ത ഇലോൺ മാസ്ക് ഫേവർ ചെയ്യുന്ന ഒരു കോയിനാണ് ഡോജ് കോയിൻ. എന്നാൽ ഇലോൺ മാസ്കിനെ സംബന്ധിച്ചിടത്തോളം
50 മില്യൺ മോർ ട്വിറ്റർ ഫോളോവേഴ്സും കൂടാതെ കൂടെ കുറെ സെലിബ്രിറ്റീസ് ഡോജ് കോയിനെ പ്രൊമോട്ട് ചെയ്തപ്പോൾ ഇവിടെ ആർക്കും എക്സ്റ്റേണൽ ഫാക്ടർ ഡിപ്പെൻഡ് ഇല്ല. ഇവിടെ ആ ഒരു മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ അതിന്റെ വോള്യൂം നോക്കുന്നില്ല, അതിന്റെ ഫണ്ടമെന്റൽസ് നോക്കുന്നില്ല. കാരണം എല്ലാവരും ഒരു മാസീവ് ബൈ അവിടെ നടത്തി. അന്നേരം ബിറ്റ് കോയിന്റെ റേറ്റ് കുറഞ്ഞാൽ ഡോജ് കോയിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതാണ് അവിടെ ഉണ്ടായ ഇഷ്യൂ, അവിടെ ഉണ്ടായ പ്രശ്നം. ഇനി നമുക്ക് മാർക്കറ്റിലേക്ക് വരാം. കഴിഞ്ഞ നിങ്ങൾ ഈ 5 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഗ്രാഫ് നോക്കുന്നതിന് പകരം ഒരു 15 ഡേയ്സ് ഗ്രാഫ് നോക്കിയ ബിറ്റ് കോയിന്റെ ആയാലും ഏത് കോയിന്റെ ആയാലും ഒരു 20 മാർക്കറ്റ് ക്യാപ്സ് ഉള്ള കോയിൻസിന്റെ 15 ഡേയ്സ് മാപ്പ് നോക്കിയാൽ ഗ്രാജുവൽ ഇൻക്രീസ് മാത്രമല്ല, ഓരോ 15 ഡേയ്സിന്റെ ഗ്യാപ്പിന്റെ ഇടയിലുള്ള ഗ്രാഫ് നമുക്ക് കാണുന്നത് ഒരു ഗ്രോത്ത് ആണ്. അതിൽ നമുക്ക് ഈ സ്മോൾ കറക്ഷൻ കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ഗ്യാപ്പിന്റെ ഇടയിൽ ഗ്രാഫ് നോക്കുമ്പോഴാണ് അത് ഡൗൺ. ടോട്ടലി അത് ഇൻക്രീസ് ആണ്. കാരണം ഇപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 7 ഡേയ്സ് 8 ഡേയ്സ് മുമ്പ് വെറ്റ് കോയിന്റെ വാല്യൂ എത്രയായിരുന്നു? ഒരു 10 to 12 ആണ്. ഇന്ന് 2 ദിവസം മുമ്പ് അതിന്റെ വാല്യൂ എത്ര ഉണ്ടായിരുന്നു? 20 to 22. അന്നേരം ഇപ്പോൾ ഉള്ള വാല്യൂ മാർക്കറ്റ് ഡൗൺ ഉണ്ടായിട്ടും അതിന്റെ വാല്യൂ എത്ര? 16 rupees, 50 to 16. അന്നേരം ടോട്ടലി 10 ഡേയ്സിന്റെ ഗ്രാഫ് എങ്ങനെയാണ്? ഒരു 10 നിന്ന് 22ലേക്കുള്ള ഗ്രോത്ത്, അതിന്റെ ഇടയിൽ 16, 17, വീണ്ടും 22, 16, 18. അവിടെ 12ലേക്ക് വരുന്നില്ല. എപ്പോഴാണ് ഇത് 1 ലോസ് ഉണ്ടായെന്ന് അല്ലെങ്കിൽ ബിലോ 12 ഉണ്ടാവുമ്പോഴാണ് വെറ്റ് കോയിനെ സംബന്ധിച്ചിടത്തോളം അത് ലോസിലേക്ക് വന്നു എന്ന് പറയുന്നത്. ഒരു 15 ഡേയ്സ് ഗ്രാഫിന്റെ ലോസ് ഉണ്ടായി. അപ്പൊ ഗ്രാജുവൽ ആയിട്ട് വെറ്റിന്റെ കോയിൻ 2 to 5 ആവുന്നു, 5 നിന്ന് 10 ആവുന്നു, 10 നിന്ന് 12 ആവുന്നു. അതിന്റെ ഇടയിലൊക്കെ കറക്ഷൻ ഉണ്ട്. 12 നിന്ന് 17 ആവുന്നു, 17 നിന്ന് 22 ആവുന്നു, ഇപ്പൊ 60ലേക്ക് വരുന്നു. അന്നേരം ഒരു 15 ഡേയ്സ് ഗ്രാഫിൽ ഇവിടെ ഡൗണേ സംഭവിക്കുന്നില്ല. നമ്മൾ നോക്കേണ്ടതും അതാണ്. നമ്മൾ ഒരു 15 മിനിറ്റ്സ് ഗ്രാഫ് നോക്കി വെറ്റ് 22 16 12 22 ആയതും ആ 22 12 ആയില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട വേറൊരു ഡിഫറൻസ്. അവിടെ 16 ആയതല്ല, ടോട്ടലി ആയിട്ട് ഒരു 15 ഡേയ്സിൽ വെറ്റിന് ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 22 നമുക്ക് ബൈ ചെയ്യാൻ പറ്റാത്ത കോയിൻസ്, ഇപ്പൊ ഉദാഹരണം വെറ്റ് എന്ന് പറയുന്നതാണ്. ഏത് കോയിൻസ് ആയാലും ഇന്ന റേറ്റ് വരെ പോയി എന്നിട്ട് നമുക്കൊരു കോൺഫിഡന്റ് ആണ്. ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡന്റ് വെറ്റിന്റെ ചാർട്ട് എടുക്കുമ്പോൾ 22 rupees വരെ ഒരു 15 ഡേയ്സ് ഗ്യാപ്പിൽ പോയിട്ടുണ്ട് എന്ന് നമുക്ക് ഹോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഈ ഒരു സമയത്ത് ബൈയിങ് പ്രഷർ കൂടും. കാരണം വെറ്റിന് താല്പര്യമുണ്ട്, 22 ഫീൽഡിലേക്ക് വരും എന്നുള്ള ഒരു ബൈയിങ് പ്രഷർ ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് 22ലേക്ക് വരും. എന്നാൽ ഇവിടെ ആ കറക്ഷൻ വേണം. ഇവിടെ ആ കറക്ഷൻ ഇല്ലെങ്കിൽ 22, 25, 20, 30 പോയാൽ ബൈയിങ് പ്രഷർ എവിടെ കീപ്പ് ചെയ്യാൻ പറ്റും? ഒരു കോയിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അക്യുമുലേഷൻ നടത്താൻ പറ്റും. ഇതൊക്കെയാണ് ഈ കോയിൻ ഡിപ്പിന്റെ, ഈ ടോട്ടൽ ഡിപ്പിന്റെ ഒരു മെയിൻ ഫോർമുല എന്ന് പറയുന്നത്. ഇത് ടോട്ടലി നമുക്ക് നെഗറ്റീവായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് വളരെ പോസിറ്റീവാണ്. ഇത് മച്ച് നീഡഡുമാണ്. പുതിയ ബയേഴ്സ്, പുതിയ ബിഗിനേഴ്സ് ക്രിപ്റ്റോ കറൻസി അട്രാക്ട് ചെയ്യാനും ഒരുപാട് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കൂട്ടുകാർക്കിടയിൽ പലരും ഉണ്ട് ബിഗിനേഴ്സ്. അവർക്കൊക്കെ ഇതാ ബെസ്റ്റ് ടൈമാണ്. ഒരു ഉദാഹരണത്തിന് അവർ വരുന്നത് ഈ മാർക്കറ്റ് കറക്ഷൻ അല്ലാത്ത ടൈം ആയിരുന്നെങ്കിലോ ഇപ്പൊ എത്ര അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. നമ്മൾ ട്രേഡിംഗ് സീരീസ് തുടങ്ങിയത് ഇതേപോലെ മാർക്കറ്റ് കറക്ഷന്റെ സമയത്തല്ലേ. ആ ഒരു ടൈം നമ്മൾ മനസ്സിലാക്കണം. ഏത് കോയിൻ ആയാലും ഇനിയുള്ളത് എന്ന് പറയുന്നത് ഇത്തീരിയം ഉള്ള ബിറ്റ് കോയിൻ റേഷ്യോ നോക്കുമ്പോൾ ഇത്തീരിയം എന്ന് പറയുന്നത് ക്രിപ്റ്റോ ഫീൽഡിലെ ബിറ്റ് കോയിൻ ഡോമിനൻസിനെ മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു കോയിനാണ്. അതുകൊണ്ട് ഇത്തീര്യത്തിനൊരു ബുള്ളിഷ്മെന്റ് നമുക്ക് കാണുന്നുണ്ട്. ഇത്തീര്യത്തിന്റെ ബുള്ളിഷിനോടൊപ്പം തന്നെ ഈ ക്രിപ്റ്റോ ഫീൽഡിലേക്ക് ബിറ്റ് കോയിന്റെ ട്രില്യൺ മാർക്കറ്റിനെ ഒരു തരത്തിലെങ്കിലും പരാജയപ്പെടുത്തണം എന്ന രീതിയിലാണ് ഇത്തീര്യത്തിന്റെ ഗ്രോത്ത്. എന്നാൽ ഇത്തീരിയം ബുള്ളിഷ് ആവുന്നത് ആ ഒരു റേഞ്ചിൽ തന്നെ ഇത്തീരിയം ബേസ്ഡ് കോയിൻസ് ബുള്ളിഷ് ആവുന്നുണ്ട്, ഇത്തീരിയം കില്ലേഴ്സ് ബുള്ളിഷ് ആവുന്നുണ്ട്. അതൊക്കെ ഒരു തുടക്കമായിട്ട് വരുന്നുണ്ട്. ഈ ബിറ്റ് കോയിൻ ഡോമിനൻസിന്റെ ഒരു അവസാന ഫീൽഡ് എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു റേഷ്യോ തന്നെയാണ് ഇത്തീരിയം ക്ലാസിക്സ്, ഇത്തീരിയം ബേസ്ഡ് കോയിൻസും കില്ലറായിട്ട് ഇത്തിന്റെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടുന്ന കോയിൻസ് ആയി ADA, പോൾക്ക ഡോട്ട് ഒക്കെ ഒരു ഓപ്ഷൻ ആയിട്ട് വരുന്നത്.
ഇനിയിപ്പോ ഇത്തീരിയത്തിന്റെ ഗ്യാസ് ഫീ പ്രശ്നങ്ങൾ യൂണിസ്വാപ്സിന് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. യൂണിസ്വാപ്സിന്റെ പുതിയ വേർഷൻ ലെയറൊക്കെ വരുമ്പോൾ ഇത്തീരിയത്തിന്റെ ഗ്യാസ് ഫീ മാറിയാൽ ഇത്തീരിയം ഒരു ബുള്ളിഷ്മെന്റ് ഉണ്ടാവും. ആ ഇത്തീരിയത്തിന്റെ ബിറ്റ് കോയിൻ ഡ്രോപ്പ് ഉണ്ടാവുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇത്തീരിയം ഡ്രോപ്പ് ആവാത്തത് ഒരു പോസിറ്റീവ് തന്നെയാണ്. ബിറ്റ് കോയിന്റെ ഡോമിനൻസിനെ അപ്രസക്തമാക്കുന്ന വിധത്തിൽ ഇത്തീരിയം വളരുകയും അതുവഴി കില്ലേഴ്സിനുള്ള ഗുണങ്ങളും ഉണ്ടാവും. അപ്പൊ ടോട്ടലി നോക്കുമ്പോൾ മാർക്കറ്റ് വളരെ ഫോർവേഡാണ്. അതിന്റെ കൂടെ തന്നെ വെൻമോ, പേപ്പാലൊക്കെ പോലുള്ള പുതിയ രീതിയിലുള്ള പേയ്മെന്റ് സിസ്റ്റം കൂടി വരുമ്പോൾ ക്രിപ്റ്റോ ബുള്ളിഷ്മെന്റ് സംഭവിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് പലരും ഇതിൽ നിന്നും ഇതിന്റെ 2017 പ്രശ്നമാണോ, 2017 പോലെ മാർക്കറ്റ് ഡൗൺ ആണോ, അതൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു 15 ഡേയ്സിന്റെ ഗ്രാഫ് നിങ്ങൾ ചെക്ക് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒരു 15 മിനിറ്റ്സിന്റെ മാറ്റിൽ ഒരു കുറച്ച് വലിയ ഗ്രാഫ് നോക്കിയൊക്കെ അത് ടോട്ടൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. ടോട്ടൽ ഇപ്പൊ ബിറ്റ് കോയിൻ ഏത് വാല്യൂം അതിന്റെ പീക്കിൽ എത്തിയിട്ട് കുറഞ്ഞെന്നല്ലാണ്ട് പഴയ വാല്യൂലേക്ക് എത്തിയിട്ടില്ല. ഇത്ര വലിയ കറക്ഷൻ ഉണ്ടായിട്ടും ഒരു കോയിനും AD ആയാലും വെറ്റ് കോയിനിന് ഉദാഹരണത്തിന് വെറ്റ് 12-10 താഴെ ആയിട്ടില്ല. ട്രോണ് 2 രൂപയിൽ നിന്ന് 10 രൂപയിലേക്ക് കയറിയതാണ്. ട്രോണ് 9 രൂപയിൽ ഇപ്പൊ നിൽക്കുന്നത്. അത് പഴയ 2 രൂപയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഏത് കോയിൻ ആയാലും, ഡോച്ച് കോയിൻ ആയാലും, ഏത് കോയിൻ എടുത്താൽ പോലും ഉദാഹരണത്തിന് നമുക്ക് സെലക്ട് ചെയ്യാം. XRP ഏത് കോയിൻ നമുക്ക് സെലക്ട് ചെയ്താലും ഒന്നും കഴിഞ്ഞ 15 ദിവസത്തിന്റെ താഴ്ചയിലേക്ക് പോയിട്ടില്ല. കൂടിയതിൽ നിന്നും കുറച്ച് കുറഞ്ഞു എന്ന രീതി. അത് നമുക്ക് ബൈയിങ് ടൈമാണ്. അപ്പൊ നമ്മുടെ സബ് ടീംസിനോട് പറയാനുള്ളത്, മാർക്കറ്റ് ഡൗൺ ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പാനിക് വിഷയമല്ല. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യം പലരും മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പ് ഇത്ര എക്സ്ക്ലൂസീവ് ആക്കാനുള്ള കാരണം എന്താണ്? ഇപ്പോ ഇത് ഈ ഫീൽഡ് വോളറ്റൈൽ ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരാള് ഒരു ബാഡ് ന്യൂസ് അവിടേക്ക് ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ തന്നെ ഒട്ടാകെയുള്ള ടീംസിന് അത് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ സെലക്ടഡ് ടീംസിനെ മാത്രം സെലക്ട് ചെയ്യാനുള്ള കാരണം അതാണ്. നമ്മുടെ റെഫറൽ ലിങ്ക് വഴി അതൊരു ഓപ്ഷൻ ആക്കി വെച്ചത് അതാണ്. ഒരു കാരണമാണ് നമ്മുടെ റെഫറൽ ലിങ്ക് വഴി വാസറക്സ് ഡൗൺലോഡ് ചെയ്യുന്ന കൂട്ടുകാർക്ക് മാത്രം ഇത് ഉണ്ടാക്കാനുള്ള കാരണം. ഇത്തരം ഗ്രൂപ്പുകൾ ഇപ്പൊ നമ്മൾ പല വാട്സപ്പിലും കാണും, ഒരുപാട് പേര് ആഡ് ചെയ്ത് ട്രേഡിംഗ് ഗ്രൂപ്പൊക്കെ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ വൻ പ്രശ്നമാണ്. കാരണം നമ്മുടെ സബ് ടീംസിന് അത് ബാധിക്കും. ഓരോരാള് വേർഡ് ഒരു ഡെപ്പോസിറ്ററിന്റെ ഒരു ബാഡ് ന്യൂസ് വേർഡ് വരെ ബാക്കിയുള്ള ആൾ ഇൻഫ്ലുവൻസ് ചെയ്യാണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു കൂടുതൽ ക്ലാസ് നൽകുന്നത്. എന്തുകൊണ്ട്? എത്രത്തോളം വന്നാൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാക്കി ആര് ബാഡ് ന്യൂസ് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ ബൈ ചെയ്യേണ്ട ബൈയിങ് പ്രഷർ ടൈമാണ്. കൂളായി ബൈ ചെയ്യുക. പിന്നെയുള്ള കാര്യം, പ്രോഫിറ്റ് കിട്ടുമ്പോൾ സെല്ല് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നതാണ് ഗ്രീഡി ഇൻഡെക്സ് മാറ്റി വെക്കുക. നിങ്ങൾക്ക് 200 300 എത്രയാന്ന് വെച്ചാൽ നിങ്ങളൊരു എക്സ്പെൻഡിച്ചർ ആയിട്ട് നിങ്ങളെ ഒരു ഇൻകായിട്ട് കരുതിയിട്ട് സെല്ല് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു കാര്യം കൂടി വളരെ ശ്രദ്ധിക്കുക. അപ്പോ ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം പലരും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ആകെ ടെൻഷനാണ്, മാർക്കറ്റ് കറക്ഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട്. സോ ടെൻഷൻ ആവണ്ട, കൂൾ, വി ആർ ബാക്ക് അഗൈൻ, ബൗൺസ് ചെയ്യും. ഇതൊക്കെ ബിറ്റ് കോയിൻ ആയാലും ഇത്തീരെ എല്ലാം ഡൗൺ ആവുന്നത് ഈ പുലി പതുങ്ങുന്നത് കുതിച്ചു ചാടാനാന്നൊക്കെ പറയുന്ന ഒറ്റ സാധനമാണ്. ഓക്കെ.